Hello, welcome to our new house, guys. വീട് മാറ്റി കളിക്കലാണല്ലോ നമ്മുടെ എപ്പോഴുള്ള പരിപാടി. പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗൈസ്. യെസ്, ഇത് നമ്മൾ അങ്ങോട്ട് മേടിച്ച്. യെസ്, ഇത് നമ്മുടെ സ്വന്തം വീടാണ് കേട്ടോ. ഫൈനലി ഗൈസ്, ഞാൻ വീട് മേടിച്ചു. അത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഗുജറാത്തിൽ എൻ്റെ അഹമ്മദാബാദിൽ തന്നെ മേടിച്ചിട്ടോ. അയ്യോ, എത്ര കാലത്തെ കാത്തിരിപ്പായിരുന്നറിയാം. ഞാൻ ഒരു കൊല്ലമായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് ഫൈനലി ഞാൻ ഭയങ്കര ഹാപ്പിയാ ഗൈസ്. അതിനൊപ്പം നമ്മുടെ ലോണും ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാത്തായാലും. സോ യെസ്, അപ്പോൾ നമുക്ക് ഇന്ന് വേഗം തന്നെ നമ്മുടെ എംടി ഹൗസ് ടൂർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം നാളെ മുതലില്ലേ ഇൻറ്റീരിയർ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് റോ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റർ ആയതായിരുന്നു ഇവിടെ നിന്ന്. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. എൻ്റെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, അത്യാവശ്യം വലിയ ഡോറാണ്. സോ ഈ മെയിൻ എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഫുൾ ഹോൾ ഇട്ട. സോ ഇവിടെ ഫുൾ ഇങ്ങനെ ഹോളാണ്. ഈ ഭാഗം ഫുള്ളും ഹോള്. ഡോർ അങ്ങോട്ടേക്ക് ബാൽക്കണി. സോ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയ പോലത്തെ ബാൽക്കണി ഇട്ടാൻ ഈ ഒരു ഹ്യൂജ് വിൻഡോ. ഓക്കെ, നമ്മുടെ മറ്റേ വീടില്ലേ അതിനെക്കാട്ടും കുറച്ച് നിങ്ങൾക്ക് സെയിം ആയിട്ടൊക്കെ ഫീൽ ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ മിക്ക വീടുകളിലും ഉള്ള ഒരു തീം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളതാണ്. അവിടെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ബാൽക്കണി. ഭയങ്കര മണ്ണും പൊടി പിടിച്ചേക്കാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നീട്. ഓക്കെ, പിന്നെ ഈ സമയത്ത് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പോകണ്ട. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. അത് ഇവിടെ ഫുൾ ഇത്രയും ഡൈനിങ് സ്പേസ് ആണ്. ആൻഡ് അതിനുശേഷം ഇവിടെ വരുന്നതാണ് അടുക്കള. ഓക്കെ, ഇത് കിച്ചൺ ആണ് നമ്മുടെ. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ചിമ്മിണി വപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചിമ്മിണി ഇല്ലാത്തൊരു റോ ക്ലിപ്പ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ യെസ്, അപ്പോൾ ഇന്ന് ചിമ്മിണി വെച്ചാൽ ചിമ്മിണിയുടെ അനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ ഇവിടെ ഫുൾ ക്യാബിനറ്റ്സ് എന്ന് വെച്ചാൽ മോഡുലർ കിച്ചൺ റെഡി ആവണത് ചിമ്മിണിയുടെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതൊക്കെ ഇനി ബാക്കിയാണ്. അപ്പോൾ ഇന്ന് ചിമ്മിണിയുടെ വലിയ കൊമ്പൻ ബോക്സ്. ആൻഡ് ഇത് അന്ന് രാത്രി നമ്മൾ കിടന്നില്ലായിരുന്നു ഗൃഹപ്രവേശത്തിൻ്റെ പൂജയുടെ അന്ന്. സോ അതിൻ്റെ സാധനങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റാൻ നമുക്ക് റോ ആയിട്ടുള്ള ഒന്നുമില്ലാത്ത കിച്ചൺ. ഓക്കെ, സോ കിച്ചണിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ വർക്ക് ഏരിയ. അവിടെ അത് ഓൾറെഡി ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ വർക്ക് ഏരിയ ഇവിടെ നിന്ന് കണ്ട ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാറ്റ് വരാൻ പോണേ. ഓ മൈ ഗോഡ്, ഫൈൻ. ഓക്കെ, നമുക്ക് ഇവിടെ വർക്ക് ഏരിയ ഉണ്ട്. ആൻഡ് മറ്റേ വീടിനെക്കാട്ടും അത്യാവശ്യം വലിയ ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങാം, അത്യാവശ്യം പോകാം, അങ്ങനത്തെ ഒരു വർക്ക് ഏരിയ ആണ്. സ്റ്റാൻഡ് നമ്മൾ കൊണ്ടിട്ടേക്കുക. കാരണം ഇനി നാളെ മറ്റന്നാളത്തേക്ക് നമുക്ക് വേഗത്തിന് ആവശ്യമുണ്ട്. വീടൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അതെന്താ കാര്യം നമ്മൾ പറയാട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. സോ യെസ്, അപ്പോൾ ഇവിടെ അടുക്കള കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ ഡൈനിങ് റൂം ആയി കഴിഞ്ഞാൽ ഡൈനിങ് റൂമിൽ നിന്ന് പാസ്സായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂംസ് സ്റ്റാർട്ട് ആവുന്നത്. സോ ഫസ്റ്റ് ബെഡ്റൂം ആണ് മമ്മിയുടെ പപ്പയുടെ ബെഡ്റൂം. സോ ഹാവ് എ ലുക്ക്. സോ ഇതാണ് മമ്മിയുടെ പപ്പയുടെ ബെഡ്റൂം. എവിടെ പോയി കാണുവാനില്ലല്ലോ, ഒരു മിനിറ്റ്. സോ ഇതാണ് മമ്മിയുടെ പപ്പയുടെ ബെഡ്റൂം. ഓക്കെ ഫൈൻ. ആൻഡ് ബെഡ്റൂമിൻ്റെ ഇവിടെ ഉണ്ട് അത്യാവശ്യം വലിയ വിൻഡോ. ഭയങ്കര വലിയ വിൻഡോ ആണ്. അതിന് അത്യാവശ്യം നല്ല വെളിച്ചം വന്ന ഒരു ഇതാണ്. മമ്മിയുടെയും പപ്പയുടെയും ബെഡ്റൂം ഫാൻ പോലും ഇട്ടിട്ടില്ല. യെസ്, അത്രയ്ക്ക് റോ ആണ്. മമ്മിയുടെ പപ്പയുടെ ബെഡ്റൂം ഇല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നതാണ് ഈ ഒരു ബാത്റൂം. സോ ഇതൊരു കോമൺ ബാത്റൂം ആണ്. എന്നാൽ മമ്മിയുടെ പപ്പയുടെ ബാത്റൂം ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. സോ യെസ്, അപ്പം ഇതാണ് ബാത്റൂം. ആൻഡ് ഇവിടെ ഏറ്റവും വലിയ ആവശ്യപ്പെട്ട സംഭവം ആൻഡ് ഇത് ഫുൾ ഇങ്ങനെ ബ്രൗൺ കളർ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെയും പപ്പയുടെയും ബാത്റൂം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ ടൈൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്ത് ലുക്കാ നോക്കി, നല്ല ഭംഗിയാണ്. എനിക്കതല്ല, എനിക്കെന്തോ പൂള കളറാണ് കിട്ടിയേക്കണം, നമുക്കത് മാറ്റേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഈ ഒരു ബേജ് കളറിൻ്റെ ഇവിടെ നല്ല എന്താ പറയുക ചോക്ലേറ്റ്, ഇങ്ങനെ ക്രഷ്ഡ് ചോക്ലേറ്റ് ആയിട്ടുള്ള ടൈൽസ് ഉണ്ടാവില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു തീമാണ് മമ്മിയുടെ പപ്പയുടെ. ആൻഡ് ഇവിടെ തന്നെ നമ്മുടെ വാഷ് ബേസിനും ഉണ്ട്. വാഷ് ബേസിനും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബാത്റൂം. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഷവർ. ലെറ്റ്സ് ഗോ ഔട്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ബാത്റൂം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ മെയിൻ പരിപാടികളുണ്ട്. ഓക്കെ, സോ മമ്മിയുടെ പപ്പയുടെ റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെയുള്ള ഈ മരം തടിയുള്ള ഈ റൂമാണ് നമ്മുടെ ഓഫീസ് റൂം. ശരിയാണ്, നമ്മുടെ സ്റ്റുഡിയോ, നമ്മൾ വർക്ക് ചെയ്യാൻ പോണ നമ്മളുടെ റൂം ഇതാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഫുൾ നമ്മുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക. അങ്ങനത്തെ ഒക്കെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഭാഗത്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫുൾ റൂമാണ് നമ്മൾ ഷൂട്ടിങ്ങിന് മാത്രമായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ ആരും കിടന്നുറങ്ങില്ല, കഴിക്കില്ല, അങ്ങനെയല്ല. ഓൺലി ഫോർ വർക്ക്. ഈ ഫുൾ റൂം ഞാൻ അതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം ഇതിൻ്റെ അപ്പുറം ഒരു മുറിയുണ്ട്.
അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു റൂം മുറി ആകുമ്പോൾ ചൂടടിക്കാൻ സാധ്യത ഇച്ചിരി കുറവാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്താ മതിലിപ്പോൾ 2 ബാത്റൂംസ് വരുന്നത്, മാസ്റ്റർ ബെഡ്റൂംസിന് 2 ബാത്റൂം. അപ്പോൾ നമുക്ക് ചൂട് തട്ടൽ കുറച്ച് കുറയും. അതുകൊണ്ടാണ് എക്കോ ഉണ്ടല്ലേ സാറില്ല കുറച്ച് സഹിച്ചു. നിങ്ങൾക്കറിയാം എനിക്ക് എത്ര പനിയാണത്. യെസ് ഗൈസ്, പനിയുടെ അവസ്ഥയിലാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം നാളെ പോലെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം വരില്ലല്ലോ, റോ ആയിട്ടുള്ള ഫീലും വരില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ സ്റ്റുഡിയോ റൂം. ആൻഡ് സ്റ്റുഡിയോ റൂമിലുണ്ട് നമ്മുടെ ഈ ഒരു ബാത്റൂം. സോ ഈ ബാത്റൂം നിങ്ങളിപ്പോൾ കണ്ടോ, കാരണം ഇത് എൻറ്റയർലി മാറി പറയാൻ പോണതാണ് വേഗം തന്നെ. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് മേടിക്കുമ്പോൾ സമയത്ത് കിട്ടിയേക്കണം ബാത്റൂം. നമുക്ക് ഇങ്ങനെയാണ് പക്ഷേ നോർമൽ. ഇതിൻ്റെ ടൈൽസ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, ടു ബി ഓണസ്റ്റ്. കാരണം ശ്രദ്ധിച്ചു നോക്ക്, ഇതൊരു ഭയങ്കര ഓൾഡ് ഫാഷൻ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ സാരല്ല പോട്ടെ. മമ്മിയുടെ പപ്പയുടെ ബാത്റൂമിൻ്റെ ആ ഒരു ഭംഗി കണ്ട ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ബ്രൗൺ. ബട്ട് ഇതൊരുമാതിരി റെയിൽവേ സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പോട്ടെ, അതുപോലത്തെ കക്കൂസ് ടൈൽസ്. സാരല്ല പോട്ടെ. എന്തായാലും നമുക്ക് ഇതിനൊക്കെ നമ്മൾ എന്തായാലും മാറ്റി പറിക്കാൻ പോവാണ്. ഇത് പിന്നെ മതി. ഓക്കെ, ഞാൻ ഇന്നാട്ടും ശ്രദ്ധിച്ച് എന്തൊരു കഷ്ടം. ഇത് പിന്നെ എനിക്ക് കുഴപ്പമില്ല, അത് എനിക്ക് എന്തായാലും മാറ്റണം. ഭാഗ്യത്തിന് അത് ഒരു മതിലുമ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ പിന്നെ പ്രശ്നമില്ല. ഞാനിവിടെ നമ്മുടെ കക്കസ് അത് പ്ലാസ്റ്റിക് കവർ പോലും തന്നിട്ടില്ല. ഞാനിവിടെ നമ്മുടെ വാഷ് ബേസിൻ, ഇതൊന്നും ഒരു അർത്ഥമില്ല, ഇതൊക്കെ മാറി പറയാൻ പോകണം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടയ്ക്കാം. ഓക്കെ, ഇനി ഓഫീസ് റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ പോകാൻ പോകുന്നതാണ് എൻ്റെ ബെഡ്റൂം. യെസ് ഗൈസ്, എൻ്റെ ബെഡ്റൂം എന്നല്ല, എൻ്റെയും ചേച്ചിയുടെയും ബെഡ്റൂം. ഞാൻ അങ്ങനെയായിട്ട് തന്നെ പറയാട്ടെ, കാരണം ചേച്ചി പിന്നെ അവിടെ കിടക്കും. സോ ദിസ് ഇസ് മൈ ബെഡ്റൂം. അവിടെ പോയി ഞാൻ മാത്രം കാണുള്ളൂ, ഒടുക്കത്ത. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഓ മൈ ഗോഡ്, ഇവിടെ വെളിച്ചം അത്ഭുതമായിട്ടാണ് കിട്ടണം. എനിക്കത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. റൂമിൽ വെളിച്ചടിക്കണം, വെട്ടടിക്കണം, അതാണ്. സോ ഇവിടെ നല്ല വെളിച്ചം വരുന്നതാണ്. കാരണം കണ്ട ബിൽഡിങ് ഇവിടെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം തുമ്പൂരിയുണ്ട്. അവിടെ നിന്ന് വെളിച്ചൊടിക്കും, അവിടെ നിന്ന് വെളിച്ചൊടിക്കും. ഭയങ്കര വെളിച്ചമായിട്ടുള്ള റൂമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം വൈകുന്നേരത്തെ 5:45 സമയം, എന്നിട്ടാണ് ഈ വെളിച്ചം കാണുന്നത്. ഇനി അങ്ങോട്ട് സമ്മർ ഡേയ്സ് ആകുമ്പോൾ അതാണ് പറയാറുള്ള, സമ്മർ ഡേയ്സ് ആകുമ്പോൾ പൊരിയാനുള്ളത് ഞാനാണ് ഈ മുറിയിൽ. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂടടിക്കാൻ പോകുന്നതിട്ടാ. ദൈവത്തിനറിയാം എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മളുടെ താഴെ താമസിക്കണ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ സംസാരിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് മെയ് സമയത്തൊക്കെ ഭയങ്കര ചൂടാണ് ഈ മൂന്നാമത്തെ ഈ ബെഡ്റൂമിലിട്ട്. നമ്മൾ സ്നേഹിക്കും എ സി വീട് എന്തിനുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനത്തെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒന്നുമില്ല. ഞാൻ കാണിച്ചേക്കാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു ബെഡ്റൂമാണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ബാത്റൂമിലേക്ക് പോകാം. അവിടെ തെറ്റൊന്നുമില്ല, ബട്ട് സ്റ്റിൽ കാണിക്കണ്ടേ ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം കേട്ടോ. യെസ്, നിങ്ങൾ കഴിഞ്ഞ വീട് നമ്മളെ കണ്ടില്ലേ, അതുപോലത്തെ സെയിം ആണ് ഇതിൻ്റെ ടൈൽസും ഇതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ. പക്ഷേ കുറച്ച് ഷേപ്പോ അതുമല്ല ക്ലോസറ്റും പിന്നെ വാഷ് ബേസിൻ്റെ സ്ഥാനം അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരിങ്ങനെ നീണ്ട ബാത്റൂമാണ് കേട്ടോ അകത്തേക്ക്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗൈസ്. ഇവിടെ ഈ വാഷ് ബേസിൻ ഉണ്ടെങ്കിലില്ലേ, ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ടാ എത്ര നല്ലതാണ്. പക്ഷെ മറ്റേനകത്ത് അങ്ങനെയല്ല, പുറകിൽ എവിടെയും കണ്ടുകൊണ്ട് ബൾബ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ. ഇവിടെ തന്നെ ഇതിൻ്റെ മാത്രം ഈ ബാത്റൂമിൽ മാത്രമാണ് അകത്ത് സ്വിച്ച് അവർ കൊടുത്തേക്കണം കേട്ടോ. സോ ഇവിടെ എനിക്ക് വേറൊരു പ്ലാനിങ് ഉണ്ട്. കാരണം ഈ സ്വിച്ച് അനുസരിച്ച് നോക്കുമ്പോഴേ എൻ്റെ ഹൈറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം വരേണ്ടതാണ് നിന്നാ മിറർ. പക്ഷേ ഈ സ്വിച്ച് ഇവിടെ കൊണ്ട് വെച്ചുകൊണ്ട് മിറർ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നോക്കേണ്ടി വരും. നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഞാൻ ഫുൾ ഇങ്ങനെ സെറ്റാക്കി കഴിയുമ്പോൾ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യുമോ. ഞാനിവിടെ നമ്മുടെ വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാ. ഓക്കെ, ആൻഡ് ഇത് ഇപ്പം എനിക്ക് ആക്ച്വലി കുഴപ്പമില്ല. എനിക്കിത് അത്ര ഇഷ്ടമില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ നടുക്കിലത്തെ മുറി ഞാൻ കാണിച്ചിട്ടില്ല, നമ്മുടെ സ്റ്റുഡിയോ റൂം അതിൻ്റെ ബാത്റൂം കണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഈ ടൈൽ വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി ഗ്രേയിഷ് ഒലീവ് ഗ്രീൻ കളറും ഇതും. നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾക്ക് ഈ ടൈൽസ് എങ്ങനെ തോന്നിയെന്ന് മറക്കാണ്ട് പറയണം. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഉത്സാഹം കിട്ടും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ചെയ്യും. ഇതും അങ്ങനെ ചേഞ്ചസ് ഞാൻ ചെയ്യില്ല, പക്ഷെ കുറച്ച് ഡെക്കറേഷനും ആ പരിപാടിയൊക്കെ ചെയ്യും കൂട്ടാൻ. ഇവിടെ നമ്മുടെ ഷവർ, അവിടെ നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ സാധനം, വാട്ടർ ഹീറ്ററിൻ്റെ ഒരു കേസ് നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങൾക്ക് വെക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ തണുപ്പ് തുടങ്ങുമ്പോഴേ നമ്മുടെ വാട്ടർ ഹീറ്റർ ഇച്ചിരി മസ്റ്റാണ് ചൂടുവെള്ളം കിട്ടാനായിട്ട്. മമ്മിക്കും പപ്പയ്ക്കായാലും എനിക്ക് പിന്നെ തണുത്തളത്തിൽ കുളിക്കണതിന് ഇഷ്ടം ഏത് സീസൺ ആയാലും. ബട്ട് വാട്ടർ ഹീറ്ററിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആകാനുള്ള ഹയർ ചാൻസസ് എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. വെക്കേണ്ടെന്ന് തന്നെ വിചാരിച്ചു. മമ്മിയുടെ പപ്പയുടെ ബാത്റൂമിലും വെക്കേണ്ട, എൻ്റെ ബാത്റൂമിലും എങ്ങും വെക്കേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ ആവശ്യം വരുമ്പോൾ അത് ഇച്ചിരി ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അതർവൈസ് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് റിസ്ക്കിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ
ബാൽക്കണി സെയിം ആണോ, ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് ഒരു മുറിയും കൂടി ഇതിനകത്ത് എക്സ്ട്രാ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സെയിം സംഭവമാണ്. മോളിൽ ബൾബിൻ്റെ സാധനമുണ്ട്. ഇവിടെ ഇത്തവണ ഞാൻ ബൾബൊക്കെ ഇടും കേട്ടോ. എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ഒച്ച മാറിയത് കണ്ട. ഓക്കെ, സോ യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. അത്യാവശ്യം നല്ലതാട്ടോ. നല്ലോണം വലിയ വലിയ ചെയർസൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ ബാൽക്കണിയാണ്. ബാൽക്കണി മസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ വീട് നമ്മൾ എടുത്തത് തന്നെ ഏട്ടാ. കാരണം അത്യാവശ്യം വലിയ ബാൽക്കണിയാണ്. പോരാണ്ട് ഈ വീട് സീലിംഗ് വൈസ് അത്യാവശ്യം മുകളിലാണ്. പക്ഷെ നല്ല വീടാണ്. ഞങ്ങൾ കുറേ വീട് ഇവിടെയൊക്കെ നോക്കി. പക്ഷേ പപ്പ പറഞ്ഞ് നീ വീട് മേടിക്കുമ്പോൾ ഇച്ചിരി എന്താ പറയുക ഹൈറ്റ് ഉള്ളത് വെച്ചാൽ ഇച്ചിരി വലിയത് വീട് മേടിക്കുക. നമ്മൾ പൈസ കൊടുക്കുകയല്ലേ എന്തായാലും. അവിടുത്തെ ഇവിടുത്തെ റേറ്റും കമ്പാരിറ്റീവ്ലി അടുത്ത് സെയിം. പക്ഷെ നമ്മൾ കുറച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ചിങ്ങനെ പൊക്കമുണ്ട്. ഹീലിംഗ് അത്യാവശ്യം വലിയതാണ്. ഹീലിംഗ് അല്ല, സീലിംഗ്, സോറി. ഓക്കെ, അപ്പോൾ ഈ ഫുൾ വീഡിയോൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരാളെ കണ്ടില്ല അല്ലേ? ഇതേ ഇവിടെ ഒരു ഒളിച്ചുമ്പാത്ത ഒരാൾ ഓടുന്നുണ്ട് വാതിലും കൂട്ടാനായിട്ട്. വമ്പൻ ഫുൾ ഫാമിലി പനി അടിച്ച് കിടക്കാം ഗൈസ്. ഇവിടെ നിന്ന് തുടങ്ങിയത് ഒഴിച്ചു കൊടുക്കും. പനി കൊള്ളി എപ്പോഴും ഇങ്ങനെ. കഴിഞ്ഞോടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മറ്റേ നമ്മൾ ഗുജറാത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വീട്ടിൽ വെച്ചിട്ട് ഈ മമ്മി കാരണം ഞങ്ങൾക്ക് പനി കിട്ടിയത്. മമ്മി കഴിഞ്ഞ് പപ്പ കഴിഞ്ഞ് ഞാനിത് കണ്ടിന്യൂസ്. ഞാൻ രക്ഷപ്പെടുന്ന എത്താണ് വിചാരിച്ചത് ഗൈസ്. ബട്ട് നോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. സോ യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ വീട്. വേഗം തന്നെ ഫുൾ വീടിനെ സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഹോം ടൂർ ഷെയർ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം കുറേ പ്ലാനിങ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാനുണ്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വീടിന് നമുക്ക് നല്ലോണം മാറ്റിമറിച്ചെടുക്കണം. ഇതായിരുന്നു നമ്മുടെ എംടി ഹൗസ് ടൂർ. നമ്മുടെ അഹമ്മദാബാദിലെ സ്വന്തം വീട് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മമ്മി ഹാപ്പിയാണ് ഞാൻ വീട് മേടിച്ച്. പിന്നില്ലേ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഗൈസ് ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞ മമ്മീനെ എത്ര സപ്പോർട്ട് ചെയ്തതാണെന്നറിയാം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ പിന്നെയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് എണീക്കാൻ ഒറ്റയ്ക്ക്. പക്ഷെ ഞാൻ ചോദിച്ചു നോക്കി എല്ലാം നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ട് നാട്ടിൽ പോയി സെറ്റിൽ ആയതാണ്. അവിടെ നിന്ന് ഇത്രയും കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കൂടെ നിങ്ങളെ കുറേ പേരുടെ മാനിഫെസ്റ്റേഷനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ വേഗം മുന്നേ വരാൻ പറ്റി. അതുകൊണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഭയങ്കര ലാഗ് ആവാറുണ്ടായിരുന്നു. ബട്ട് ഡോണ്ട് വരി, ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് അങ്ങനെ സഞ്ചാരമില്ലായിരുന്നു. വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും മാറിക്കളിക്കുക അതില്ല. ഇനി എനിക്കൊരു സ്ഥാനം കിട്ടി. ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും നമ്മളെ സ്വന്തം വീടാകുമ്പോൾ. ട്രസ്റ്റ് മീ ഗൈസ്. കാരണം വാടക വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ഓണർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരുടെ ഫാമിലിയെ കൊണ്ടുവരും വീട് കാണിക്കാൻ. അതൊക്കെ ഭയങ്കര തലവേദന. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അവിടെ എത്ര ഡിസ്റ്റർബ് ആവണമെന്ന് അറിയാമോ? പക്ഷെ അതൊക്കെ എനിക്ക് നിങ്ങൾ ഭ്രാന്ത് പിടിക്കുമായിരുന്നു. അപ്പോൾ മമ്മി സ്റ്റാർട്ടിങ് പോലെ എന്നോട് പറയായിരുന്നു, ഈ വാടക കൊടുക്കണേലും ഭേദം സ്വന്തമായിട്ടൊരു വീട് മേടിക്കും, അപ്പോൾ ലോൺ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് എന്തായാലും ഇപ്പോൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ കാലത്തേക്കുള്ള ലോണൊക്കെ വീട്ടിൽ എല്ലാവരും സാരല്ല. ഈ റെസ്പോൺസിബിലിറ്റി എന്തായാലും എൻ്റെ തലയിലിരിക്കണം, നല്ല കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഉത്തരവാദിത്തം പഠിക്കുള്ളൂ. സോ യെസ്, ഇതായിരുന്നു നമ്മുടെ എംടി ഹൗസ് ടൂർ. ആൻഡ് നിങ്ങളെ നല്ല നല്ല കമൻറ്റ്സ് വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം കാണാം. Take care and always remember that I purple you all. Bye bye.